ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തൈര് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മുടെ മുഖത്ത് ചുളിവുകളും വരകളും ഒക്കെ വരാതിരിക്കാനും ഇനി അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണിത്. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, എനിക്ക് അത്രയും റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഫേസ് മാസ്കും കൂടിയാണ്. ഒരൊറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാകുന്നതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും പിന്നെ പിമ്പിൾസ് ഒക്കെ മാറി കിട്ടാനും ഒക്കെ ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്ന് നല്ലപോലെ നിറം വയ്ക്കാനും ടാൻ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു ഡൾനെസ് മാറിയിട്ട് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണിത്. പിന്നെ മെയിനായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും കൂടെയാണ്. അപ്പോൾ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗ്രീൻ ടീ ആണ് കേട്ടോ. ഞാൻ കുറച്ച് അളവിൽ 1 സ്പൂൺ അളവിൽ ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ ടീ ആൻറ്റി ഏജിങ് ഗുണങ്ങൾ അത്രയുള്ള ഒന്നാണ്. കൊറിയൻ സ്കിൻ കെയറിലൊക്കെ അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതും കൂടിയാണ്. നമ്മൾ ഗ്രീൻ ടീ കഴിച്ചാലും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ മുഖക്കുരു ഉള്ളവർക്കും കൂടെ ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രീൻ ടീ മുഖക്കുരുവിൻ്റെ പാടുകളും ഒക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ കുറച്ചൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നോക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗ്ലിസറിൻ ആണ് കേട്ടോ. ഈ ഒരു ഗ്ലിസറിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ചും കൂടെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ തന്നെ യൂസ് ചെയ്യാം. ഈ ഒരു നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ഗ്രീൻ ടീ മുങ്ങിക്കിടക്കാൻ പാകത്തിന് അല്ലെങ്കിൽ അതൊന്ന് സോക്കായി കിട്ടാൻ പാകത്തിനുള്ള അത്രയും തന്നെ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, മുഖക്കുരു ഒക്കെ നന്നായിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ചോറ് വെച്ചിട്ടുണ്ടാകുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഗ്ലിസറിന് പകരമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്ലിസറിൻ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ഇതിൽ നിന്ന് ആ ഒരു എക്സ്ട്രാക്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ എപ്പോഴും AVTയുടെ ഗ്രീൻ ടീ ആണ് കേട്ടോ യൂസ് ചെയ്യുക. ഗ്രീൻ ടീ ജെല്ലിന് വേണ്ടിയിട്ടാണെങ്കിലും AVTയുടെ ഗ്രീൻ ടീ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതാണ്. ഇനി ആവശ്യമായിട്ടുള്ളത് തൈരാണ്. ഞാൻ ഇതിലേക്ക് കുറച്ചധികം തന്നെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫേസിലേക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ കയ്യിലും കാലിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈകാലുകൾക്കൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ്സും തിളക്കവും ഒക്കെ കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യരുത്. ഒരു അരമണിക്കൂറും കൂടെ നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പെട്ടെന്ന് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുക ഒരു അരമണിക്കൂറൊക്കെ വെച്ച ശേഷം യൂസ് ചെയ്യുമ്പോഴാണ്. അരമണിക്കൂറിൽ കൂടുതലും വയ്ക്കാം, അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അതിനുശേഷം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാണ്. ഇപ്പം എൻ്റെ കൈ ഇങ്ങനെയാണുള്ളത്, കുറച്ച് ഡള്ളായിട്ടാണുള്ളത്. അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കുക. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു മസാജും കൂടെ കൊടുക്കുക. മസാജ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഫേസ് മാസ്കിൻ്റെ ഗുണം ഫുള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു 3 മിനിറ്റെങ്കിലും ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ കൈ കഴുകി വന്നിരിക്കുകയാണ്. ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഇനി കൈ ഒന്ന് തുടച്ചിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം.
അപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഒരൊറ്റ യൂസ് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്